ആരാണ് ടെംപ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പേരുണ്ടാവും. മനസ്സിലായി? അങ്ങനെയുള്ള നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെല്ലാം എന്തെല്ലാന്ന് അറിയാൻ പറ്റും. മനസ്സിലായി? ഓക്കെ. സാധാരണ കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാവില്ല. ഇത് തന്നെയാണ് ഈ തൊപ്പിയാണ്, നീല തൊപ്പിയാണ്. അത് മുതൽ മുകളിലേക്ക് തന്നെയാണ് ഒറിജിനൽ പിസ്റ്റൾ തന്നെയാണ്. വെയിറ്റ് ഒന്നും മേടിക്കും. മനസ്സിലായി? നമ്മളിത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ട് അതുകൊണ്ട് കൂടുതലൊന്നും തരാൻ പറ്റില്ല. കാരണം ട്രെയിനിങ് കഴിഞ്ഞവർ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. കാരണം ആംസ് ആണ് നമ്മൾ അത്രയും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണ് അല്ലേ. പിസ്റ്റൾ ഇതിൻ്റെ മാഗസിനാണ്, നമ്മൾ ഇതിലാണ് റൗണ്ട് നിറച്ചിട്ട് ഇത് പിസ്റ്റൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇത് ഫയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ യൂട്ടിലൈസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വേണ്ടപ്പെട്ട ഒരു സാധനമാണ് കാർബീൻ എന്ന് പറഞ്ഞാൽ രണ്ട് സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇത് വിദേശത്തെ കമ്പനിയാണ്. ഇത് ഇന്ത്യയിലെ സ്വന്തം കമ്പനിയാണ്. ഇന്ത്യൻ സ്മോൾ ആംസ് സിസ്റ്റം അതിനായിട്ടുള്ള സാധനം കേട്ടോ. നമ്മൾ 2 സ്റ്റാർ ഉണ്ട്, ഇദ്ദേഹത്തിന് 1 സ്റ്റാറാണ്. മനസ്സിലായില്ലേ? ഓക്കെ. ബാക്കി എല്ലാം ഒരേപോലെ തന്നെയാണ്. ബെൽറ്റ് ബാക്കിയെല്ലാം ഒരേ തന്നെ. സ്റ്റാറിന്റെ ഒരു സ്റ്റാറാണ്. അതായത് ഓഫീസർ റാങ്കാണ്. ഇതിന്റെ തൊപ്പി ബ്രൗൺ കളർ. മനസ്സിലായി? ഓക്കെ. ഇത് ഗ്രൂപ്പ് ബാക്ക് ഗ്രൂപ്പ് Just to gain more knowledge about our nearby police station. Thank you. ഓക്കെ. ഇതാണ് എമർജൻസി നമ്പർ 112 കേട്ടോ. അതെത്തി കഴിഞ്ഞാൽ നമ്മൾ ഏത് ആവശ്യത്തിനും പോലീസ് റിലേറ്റഡ് ഉള്ള നമുക്ക് എന്ത് എമർജൻസിക്കും 112 വിളിക്കാം. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് മറ്റേ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ പോലീസുമായി ബന്ധപ്പെട്ട് 2-3 ചിൽഡ്രൻസിന് വേണ്ട ചിരി കൗൺസിലറില്ലേ, അതിനുള്ള നമ്പറാണ് താഴെ കാണിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്യുക, നിങ്ങൾ കൊടുക്കാം കേട്ടോ. ഓക്കെ. നിങ്ങൾ എമർജൻസിയിൽ നമ്പർ നമ്മൾ ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ ഫസ്റ്റ് വിളിക്കേണ്ടത് 112 കേട്ടോ. ഓക്കെ. ಓಕೆ ಸರಿ ಓಕೆ ಥ್ಯಾಂಕ್ ಯು. ಶ್ರೀ ಭಾರತಿ ವಿದ್ಯಾಪೀಠದ 7ನೇ ಕ್ಲಾಸಿನ ಮಕ್ಕಳನ್ನೊಮ್ಮೆ ನಮ್ಮ ಬದಿಯಡ್ಕದ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಿನ ಪರಿಚಯಕ್ಕೋಸ್ಕರ ಕರ್ಕೊಂಡು ಬಂದೆವು. ಈಗಿನ ಮಕ್ಕಳಲ್ಲಿ ಅತಿ ಅಗತ್ಯವಾಗಿ ಇರಬೇಕಾದಂತಹ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಿನ ಬಗ್ಗೆ, ಹಾಗೆಯೇ ಕ್ರೈಮ್ಸ್ ಇರಬಹುದು, ಮಕ್ಕಳಲ್ಲಿ ಆಗುವಂತಹ ಮಾನಸಿಕ ತುಮುಲ ಬದಲಾವಣೆ ಇತ್ಯಾದಿಗಳಿಗೆ ಪೊಲೀಸರು ಜನಮೈತ್ರಿಯಾಗಿ ಹೇಗೆ ಕಾರ್ಯನಿರ್ವಹಿಸಬಹುದು, ಮಕ್ಕಳ ಸರ್ವತೋಮುಖ ಅಭಿವೃದ್ಧಿಗೆ ಪೊಲೀಸರು ಏನು ಮಾಡ್ತಾರೆ, ಪೊಲೀಸರು ಮತ್ತು ಮಕ್ಕಳು, ಪೋಷಕರು, ಶಿಕ್ಷಕರು ಇವರ ಜೊತೆಯಲ್ಲಿರುವಂತಹ ಒಂದು ಅವಿನಾಭಾವ ಸಂಬಂಧವನ್ನು, ರಿಲೇಷನ್ಶಿಪ್ ಬಿಲ್ಡಪ್ ಮಾಡುವ ಬಗ್ಗೆ ಬಹಳ ಉತ್ತಮವಾಗಿ ಮಾಹಿತಿಯನ್ನು ನೀಡಿದ್ದಾರೆ. ಮಕ್ಕಳು ಎಲ್ಲ ಹೆಚ್ಚಿನ ವಿಷಯಗಳನ್ನು ತಿಳ್ಕೊಂಡಿದ್ದಾರೆ. ಹಾಗೆಯೇ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿರುವಂತಹ ರ್ಯಾಂಕ್ಗಳು, ಬೇರೆ ಬೇರೆ ರ್ಯಾಂಕ್ಗಳು, ಆಫೀಸರ್ಸಿನ ಹುದ್ದೆಯನ್ನು ಅವರ ಡ್ರೆಸ್ ಕೋಡಿನ ಮೂಲಕವಾಗಿ ಗಮನಿಸುವುದು ಹೇಗೆ ಹೇಳುವಂಥ ಮಾಹಿತಿಯನ್ನು ಕೂಡ ಅವರು ತಿಳ್ಕೊಂಡಿದ್ದಾರೆ. ಬಹಳ ವಿವರವಾಗಿ ಮಕ್ಕಳಿಗೆ ಮಾಹಿತಿಯನ್ನು ನೀಡಿದಂತಹ ಬದಿಯಡ್ಕ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನ SI ಮತ್ತು ತಂಡದವರಿಗೆ ಶ್ರೀ ಭಾರತಿ ವಿದ್ಯಾಪೀಠ ಬದಿಯಡ್ಕ ಶಾಲೆಯ ಪರವಾಗಿ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು.